നിഷയുടെ സ്നേഹകൂടാ സ്നേഹക്കൂടാണ്. നിഷ സ്നേഹമുള്ള ആളാണോ? സ്നേഹമുള്ള ആളാണ്. അമ്മച്ചി എങ്ങനെ അവിടെ വന്ന് വിട്ടത്? ഞാൻ അവിടെ വന്ന് വിട്ടത് എന്റെ മക്കളെ ഒരു കുഴപ്പം കൊണ്ടാണ് ഞാൻ പോന്നത്. രണ്ടാണും ഒരു പെണ്ണും. എല്ലാ കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പം എന്നെ അവർക്ക് വേണ്ട ഞാൻ എന്ത് ചെയ്യും? അമ്മച്ചീന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വിഷമം തോന്നാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരൊക്കെ ഇങ്ങനെ കൊണ്ടുവിട്ട് എങ്ങനെയല്ലേ മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റുക? അവരെന്തെങ്കിലും കൊണ്ടാക്കുക നിന്നോളാന്ന് പറഞ്ഞു. അതനുസരിച്ച് എന്നെ കൊണ്ടാക്കാൻ പറ്റും, എവിടെയെങ്കിലും കൊണ്ടാക്കുക. ഇങ്ങനെയൊക്കെ കൊണ്ടിടുന്ന മക്കളെ മനസ്സിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്കും ഉണ്ടാവില്ലേ മക്കളൊക്കെ? ഭാവിയിൽ ഇത് സംഭവിച്ചു കൂടാന്നില്ലല്ലോ. ഞാൻ തന്നെയാണ്. ഞാൻ പാറപ്പടയിൽ പോയി ഓരമിടഞ്ഞും മണ്ണിയൊന്നും വഴിപ്പടിക്ക് പോയി ഒക്കെ ഞാൻ മനസ്സിലാണ്. നമുക്കൊക്കെ നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ? ഈ മക്കൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പം അവർക്ക് ഉണ്ടാവില്ലേ ഒരമ്മ ഇങ്ങനെ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നതെന്നും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? ഞാൻ അവരെ കണ്ട് ഒന്ന് പറഞ്ഞാലോ? അവരെ പറഞ്ഞാൽ ഞാൻ പോകരുത് സാറേ. നീ തിരിച്ചു പോകില്ലേ? തിരിച്ചു പോകുക. ഇവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മനസ്സിലാക്കിയാലും ഞാൻ പോകത്തില്ല, അത്രേ ഉള്ളൂ. ഈ നിഷയുടെ കൂടോത്രം വല്ലതും ആണോ? നിഷയുടെ ഒരു കൂടോത്രവും അല്ല. അവരെന്നെ നല്ലപോലെ നോക്കുന്നുണ്ട് എന്നെ. നിഷയുടെ സ്നേഹകൂടാ. സ്നേഹക്കൂടാണ്. നിഷ സ്നേഹമുള്ള ആളാണോ? സ്നേഹമുള്ള ആളാണ്. ഇങ്ങനെ കുറച്ച് നല്ല ആൾക്കാരുള്ളത് കൊണ്ടല്ലേ. എന്തായാലും അവർക്ക് നമ്മൾ നന്ദി പറയണം അല്ലേ? ഇവരെയൊക്കെ നല്ലപോലെ, ഈ അച്ഛനമ്മമാരെയൊക്കെ നല്ലപോലെ നോക്കുന്ന ആൾക്കാർക്ക് നമ്മൾ നന്ദി പറയണം അല്ലേ ശരിക്കും?